ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇന്നും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പില് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് നിഫ്റ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട്. പലരും എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് നിഫ്റ്റി പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലെവൽസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ചാർട്ട് തന്നെയാണ്. അതായത് നമ്മൾ ട്രേഡേഴ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓൺലി 1% മാത്രം ആളുകളാണ് ഈ ഒരു അത്രയും സ്റ്റോക്ക് മാർക്കറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ കാണുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അതായത് ഒരു സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഓർഡർ ഫ്ലോയുടെ ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ ബയേഴ്സ് ട്രാപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേക്ക് ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും മാർക്കറ്റ് ഫർദറായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധ്യതയുള്ള ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പില് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ നിഫ്റ്റിയുടെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കി കാണാൻ സാധിക്കും എക്സ്പെക്ടിങ് ഫർദർ ഡൗൺ സൈഡ്. അതുപോലെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് എന്ന് പറയുന്നത് 22,500 ഫസ്റ്റ് ടാർഗറ്റ്. അതുപോലെ തന്നെ 22,465 ലെവലാണ് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അതായത് നമ്മൾ പറഞ്ഞ ലെവൽ എന്ന് പറയുന്നത് 22,630 രാവിലെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു 10 മണിക്ക് മുമ്പ് തന്നെയാണ് നമ്മൾ ആ ഒരു ടാർഗറ്റ് പറഞ്ഞിരുന്നത്. നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കും നമ്മുടെ രണ്ട് ടാർഗറ്റും നിഫ്റ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഏരിയയിൽ വന്നിട്ടാണ് പ്രൈസ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോയിരിക്കുന്നത്. അഗെയിൻ മാർക്കറ്റ് ആ ഒരു ഏരിയയിലാണ് മാർക്കറ്റിന്റെ ക്ലോസിംഗ്. ഓക്കെ. അപ്പം ഈ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയ ബാച്ച് നമുക്ക് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാകുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം എല്ലാ ദിവസവും സൂമിലൂടെയുള്ള ലൈവ് ട്രേഡിംഗിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്നൊരു ട്രേഡ് ചെയ്യുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ആ ലൈവ് ട്രേഡിംഗ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഞാൻ നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്, സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിന്റെ ലെവൽസും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ട് ലെവലും രണ്ട് ചാർട്ടിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് ഡ്രോ ചെയ്ത് വെക്കുക. ഓക്കെ. കൃത്യമായിട്ട് നമ്മൾ ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മാർക്കറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഞാനത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ ലെവൽ തന്നെയാണ് നാളെയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം നാളത്തേക്ക് നമ്മളിപ്പം നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ഒരു 4 o'clock ശേഷം ചെറിയൊരു റിക്കവറി മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നാളത്തേക്ക് ഞാൻ പേഴ്സണലി നാളെ ഒരു ബുള്ളിഷ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 22,700 മുകളിലാണ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്. ഒരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഓവറോൾ മാർക്കറ്റ് ഒരു ബിയറിഷ് ആയിട്ടുള്ള വ്യൂ തന്നെയാണ്. എങ്കിലും ഒരു ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലോട്ട് നമുക്ക് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാം. കുറച്ചുകൂടെ നല്ലൊരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 22,930 മുതൽ 23,000 എന്ന് പറയുന്ന ലെവൽ നിങ്ങൾ നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പം അറ്റ് പ്രസന്റ് നമ്മൾ ഈ മാർക്കറ്റ് ഏരിയയിൽ നിൽക്കുമ്പോൾ ഇത് ആക്ട് ചെയ്യും. അപ്പം ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഒന്ന് 23,100, അതുപോലെ തന്നെ 23,200 ലെവൽ. അതുപോലെ തന്നെ അടുത്തൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,350 മുതൽ 23,384 വരെയുള്ള ആ ഒരു ഏരിയ ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് താഴേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഞാൻ നോക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത് 22,465 താഴെയായാൽ നമുക്കൊരു ഡൗൺ സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 22,370 ലെവൽ, അതുപോലെ തന്നെ 22,280 ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ ഞാനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 22,285 മുതൽ 22,240 വരെയുള്ള ആ ഒരു ഏരിയ ഞാനൊരു സപ്പോർട്ട് ഒരു നോട്ട് ട്രേഡിംഗ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഫർദറായിട്ട് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയയുടെ താഴെയാണ്. അതായത് 22,240 താഴെ അഗൈൻ നമുക്ക് ഫർദർ പാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഈ സോണാണ്. അതായത്
ഇരുപത്തി ട്വന്റി 22,000 നിങ്ങൾ മാർക്ക് ചെയ്യുക. 22,000 മുതൽ 21,740 വരെയുള്ള ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു റിവേഴ്സൽ ഇൻഡിക്കേഷനോ അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മൾ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ നാളത്തേക്ക് നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത് ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈയും അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോയാണ്. ഇത് വളരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതായത് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 22,624 ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 22,491. അപ്പം നാളത്തേക്ക് നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത് നാളത്തെ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഏരിയയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണ് ഒരു സൈഡ് വേസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ഒക്കെ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയയുടെ മുകളിൽ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് കിട്ടുകയും ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയന്റെ ലോയിന്റെ താഴെയായിട്ടാണ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് എങ്കിൽ നമുക്ക് താഴേക്ക് ഒരു ഡൗൺ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വാല്യൂ ഏരിയന്റെ താഴെയാണ് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്കിൽ നമുക്കൊരു ഫർദർ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വാല്യൂ ഏരിയ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം നാളത്തെ മാർക്കറ്റിൽ നിഫ്റ്റി ഈ ഒരു വാല്യൂ ഏരിയന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള സെൽ, അതായത് ഈ ഒരു ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റി ടാർഗറ്റ് കൊടുക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു POC ആണ്. ഫസ്റ്റ് POC നിങ്ങൾ നോട്ട് ചെയ്യുക. 22,553 സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റിലാക്കി. അപ്പം ഇങ്ങനെ ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള സെല്ലർ ഈ ഒരു ഡയറക്ഷനിലേക്ക് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു താഴേക്ക് ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു വാല്യൂവിലെ ലോയിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇത് റീറ്റെയിലേഴ്സ് ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരിക്കും. റെസ്പോൺസീവ് സെല്ലർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു വാല്യൂവിലെ ലോയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ഒരു റെസ്പോൺസീവ് ബയർ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റ് ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു POC-യിലേക്കും അതുപോലെ തന്നെ ഈ ഒരു വാല്യൂവിലെ ഹൈയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ലെവൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിലെ ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സെല്ലിംഗ് ടൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഇന്നത്തെ ഒരു സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗിന്റെ ആ ഒരു ഏരിയ ആണ്. അപ്പം ഈ ഒരു ടൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരുപക്ഷെ മാർക്കറ്റ് ഈ ലെവൽ മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റുകളും എന്തെങ്കിലും ലെവൽസും കാര്യങ്ങളും നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.